ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയും ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഞാൻ സത്യത്തിൽ ഈ പരിപാടി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിനി മറ്റ് കണ്ടന്റുകളിലേക്ക് കടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനാണ്, വിനാശകാലെ വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്ന പോലെ കഴിഞ്ഞ ഒരു 10 മിനിറ്റ് മുമ്പേ കമ്പനിയുടെ CEO ആയ ശ്രീമതി ശ്രീനാ പ്രതാപൻ തന്നെ വിളിച്ച് നിർത്തരുത്, നീ ഇനിയും ഒരുപാട് വീഡിയോകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ്. എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റിലധികം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, നമ്മൾ ഫോണിലൂടെ സംസാരിക്കാൻ തയ്യാറല്ല, നിങ്ങൾ തൃശ്ശൂർ വരികയാണെങ്കിൽ നമ്മൾ മുഖാമുഖം 1 മണിക്കൂർ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വിഷൻ എന്താണ്, മിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവും. അപ്പോൾ നീ ഇത്രയും കാലങ്ങൾ ചെയ്ത വീഡിയോകളൊക്കെ ഡിലീറ്റ് ആക്കി നീയൊക്കെ ഓടുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വളരെ ഗുരുതരമായ സാമ്പത്തിക കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും സമ്മതിക്കുന്നില്ല, ഒരുപാട് എന്തെല്ലോ പറയുകയാണ്. പിന്നെ എന്ന് പറയുന്നത്, ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഫിജീഷ് ജൂൺ 5 പൈസ കൊടുക്കുന്നു പറഞ്ഞു, നിങ്ങൾ പിന്നെ ഒക്ടോബറിൽ കേസ് അവസാനിപ്പിക്കുന്നു പറഞ്ഞു, എന്തേ അവസാനിപ്പിക്കാത്ത, ആർക്ക് പൈസ കൊടുക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ വക്കീലന്മാർ പറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഒരു നമ്പറുകളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ഒരു ജഡ്ജ്മെൻ്റ് അടക്കം നമ്മൾ ചർച്ച ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്, അത് നേരിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കൂ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജും അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല കാര്യം തന്നെ. പിന്നെ ഇനിയും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവർ പറയുന്നത് അവരെ ഒരുപാട് അസുഖങ്ങൾ മൂലം ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണ്. അവർ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ED വന്ന സമയത്ത് ഇവർ ഒളിവിലായിരുന്നില്ല, അവർ പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയിട്ടുള്ള തീർത്ഥയാത്രയിലായിരുന്നു, ഒരുപാട് അമ്പലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു ആ സമയം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മൾ ഈ ഉദ്യമം പാവങ്ങളെ പറ്റിച്ച് 3100 കോടി രൂപ സമാഹരിച്ച് അവസാനം 212 കോടി മാത്രം മിച്ചം വന്ന ഈ കമ്പനിയുടെ തട്ടിപ്പുകൾ തുറന്നു കാട്ടാനും പാവങ്ങൾക്ക് നീതി ലഭിക്കാനും വേണ്ടി ഇവിടെ ഉണ്ടാവും, ഒരു സൈഡിലുണ്ടാവും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ അനവധി ന്യായീകരണങ്ങളാണ് ഈ ഇന്നത്തെ ഷോപ്പിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. ഷോപ്പിലെ സാധനങ്ങൾ ആക്രവിലക്ക് ലേലം ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന സാധനങ്ങളെക്കുറിച്ച് ഓരോരാളും ഓരോ തരത്തിലുള്ള ന്യായീകരണങ്ങളാണ്. ഇപ്പോൾ തന്നെ 4-5 ന്യായീകരണങ്ങൾ, പുതുതായിട്ടുള്ള ന്യായീകരണങ്ങൾ വന്നു കഴിഞ്ഞു. അത് നമ്മളെ ബാധിക്കുന്ന കേസല്ല എന്നും അത് ഉടമയുടെ കേസാണെന്നും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പ്രതാപൻ NOC കൊടുത്തത് കൊണ്ടാണ് ജഡ്ജ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിധി ഉണ്ടാക്കിയിരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രീനാ പ്രതാപൻ എന്നോട് പറഞ്ഞത് നമ്മൾ അതിനെ സ്റ്റേ മേടിക്കുമെന്നാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, ഒരാൾക്ക് 5 പൈസ കിട്ടുന്ന പരിപാടി നിങ്ങൾ ചെയ്യരുത്, അതിനും സ്റ്റേ മേടിക്കണം. ഇനിയിപ്പോൾ 9-ാം തീയതി ഇത് പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ആയിട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കുമ്പോൾ അതിനും സ്റ്റേ മേടിക്കണം. അങ്ങനെ ആർക്കും തന്നെ 5 പൈസ കിട്ടാൻ പാടില്ല. ഇങ്ങനെ ആൾക്കാർ നരകിച്ച് ഇങ്ങനെ ജീവിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എന്തായാലും സ്റ്റേ മേടിക്കും. നമുക്കറിയാലോ, ഇവർ വക്കീലന്മാർക്ക് പൈസ കൊടുത്ത് കോടികൾ സംരക്ഷിക്കാൻ ഉള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇത് മാത്രമേ പറയാനുള്ളൂ, അല്ലേ? ബൈ.